ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിയുടെ സ്വന്തം കാർ ഇതുവരെയും അവന് കിട്ടിയിട്ടില്ല. അവൻ വാടക കാറിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവനങ്ങനെ നമ്മുടെ കാറിൻ്റെ സ്റ്റാൻഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ആ കൂട്ടുകാരനുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ദേ ഒരു 2 പേര് അതിലെ കൂടെ പോണ കാണുമ്പോൾ ദേ അവർ പോകുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ആരാണെന്ന് സച്ചി ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അന്ന് നമ്മുടെ കാറ് പിടിക്കപ്പെടാനും നമ്മുടെ കാറിൽ കഞ്ചാവ് കൊണ്ടുവച്ചില്ലേ അവരാണ് ആ പോകുന്നത് എന്ന് പറയുമ്പോൾ സച്ചിയും ആ കൂട്ടുകാരൻ ചേർന്ന് അവരെ പിന്തുടർന്ന് ഓടിച്ച് പിടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ഒരു വിധത്തിൽ അവരുടെ വായിൽ നിന്ന് ആ ഒരു സത്യം വീഴുകയാണ്. അതായത് ഗജാനന്ദനാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ള സത്യം സച്ചി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഗജാനന്ദനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. സച്ചി അവിടെ വെച്ചിട്ട് ഗജാനന്ദനെ ഇടിക്കുകയൊക്കെ ചെയ്യുകയാണ്. പക്ഷേ അവരിവരുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവർക്ക് അവരെ പിടിക്കാനൊന്നും പറ്റുന്നില്ല. അതിനുശേഷം സച്ചി പറയാണ്, എന്തായാലും ഈ കാര്യം എത്രയും വേഗം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അറിയിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട്. അപ്പം നമ്മുടെ ശ്രീകാന്തും അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്തിനാണെങ്കിൽ ഈ സത്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു. അങ്ങനെ ശ്രീകാന്തും എല്ലാവരും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ പോലീസുകാരാണെങ്കിൽ ഇവരുടെ വാക്കിന് ഒരു വിലയും കൊടുക്കുന്നില്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരന്നാ പിടിച്ചുകൊണ്ട് വരായിരുന്നില്ലേ? ഞങ്ങൾക്ക് ഒരു തെളിവും ഇല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ അങ്ങനെ കൈയൊഴിയുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് പുറത്തിറങ്ങിയതിന് ശേഷം സച്ചിയോട് പറയാണ്, ഇത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ നീ എന്തായി പറയുന്നതെന്ന് ചോദിക്കുകയാണ് സച്ചി. എന്നിട്ട് നീ എന്തിനാ എന്നോട് അത് മറച്ചു വെച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഏട്ടത്തി പറഞ്ഞിട്ടാണ് ഏട്ടനോട് പറയണ്ട എന്ന്. അപ്പോൾ അവൾക്കും അറിയായിരുന്നു ഈ സത്യമെന്ന് ചോദിക്കുമ്പോൾ അതെ അറിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവും ശ്രീകാന്തും അതുപോലെ തന്നെ രേവതിയും കൂടിയിട്ട് ആ ഒരു സത്യം കണ്ടുപിടിച്ചതും ആ ഒരു ഷോപ്പിൽ പോയിട്ട് CCTV ദൃശ്യങ്ങൾ കണ്ടതും അത് തൻ്റെ ഫോണിലേക്ക് പകർത്തിയതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രീകാന്ത് സച്ചിയെ അറിയിക്കുകയാണ്. അപ്പോൾ നിൻ്റെ ഫോണിൽ അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് നോക്കുമ്പോൾ അത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അങ്ങനെ സാരില്ല, നമുക്ക് ആ ഷോപ്പിൽ ചെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞ് അവർ 3 പേരും ആ ഷോപ്പിലെ CCTV ദൃശ്യങ്ങൾ ഒന്നും കൂടിയും കാണാൻ ചോദിക്കുമ്പോൾ അയാൾ പറയാണ് അതൊക്കെ ഡിലീറ്റ് ആയി പോയി എന്ന് പറയുമ്പോൾ സച്ചി വല്ലാതെ സങ്കടപ്പെട്ട് പോരുകയാണ്. അങ്ങനെ സച്ചിക്ക് ഒരുപാട് ദേഷ്യം വരികയാണ് രേവതിയോട്. സച്ചി അങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ തൻ്റെ വീട്ടിലേക്ക് തിരികെ വരികയാണ്. ആ സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടായിരിക്കും ആ വീട്ടിൽ. അപ്പോൾ രേവതിയാണെങ്കിൽ അടുക്കളയിൽ പാചകപ്പണിയിലാണ്. അപ്പോൾ രേവതിയുടെ അരികിൽ ചെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്, എടി നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ രേവതിക്ക് ആദ്യമൊന്നും മനസ്സിലാവുന്നില്ല. രേവതി ചോദിക്കുകയാണ്, എന്താ ഞാൻ നിങ്ങളെ എങ്ങനെ ചതിച്ചു എന്നാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡി എൻ്റെ കാറ് നഷ്ടപ്പെടാൻ കാരണം എൻ്റെ കാറിൽ കഞ്ചാവ് കൊണ്ടുവച്ചതും ഗജാനന്ദനാണെന്നുള്ള കാര്യം നിനക്കറിയായിരുന്നില്ലേ? എന്നിട്ട് നീ എന്നോട് പറയാത്തതല്ലേ എന്നിങ്ങനെ ചോദിച്ച് സച്ചി വഴക്ക് പറയാണ്. അപ്പോൾ നമ്മുടെ രേവതി ഞെട്ടുന്നുണ്ട്. അങ്ങനെ രേവതിയോടായിട്ട് നമ്മുടെ സച്ചി പറയാണ്. അപ്പോൾ ഹോളിലേക്ക് വരുന്നവരെല്ലാവരും, അപ്പോൾ എല്ലാവരും അവിടെയുണ്ട്. നമ്മുടെ ചന്ദ്രയാണെങ്കിലും സുധിയാണെങ്കിലും സുധിയുടെ ഭാര്യയാണെങ്കിലും അച്ഛനും എല്ലാവരും അവിടെയുണ്ട്. അച്ഛമ്മ മാത്രം അവിടെ ഇല്ല. അച്ഛമ്മ വീട്ടിലേക്ക് തിരികെ പോയി. അങ്ങനെ ആ സമയത്ത് സച്ചി പറയാണ്, ദേഷ്യം കൊണ്ട് പറയുന്നുണ്ട്, അതെ നീ അന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അത് കൈയോടുകൂടി ആ CCTV ഫുട്ടേജ് അപ്പം തന്നെ പോലീസിൽ കാണിച്ചു കൊടുത്ത് അവർ അറസ്റ്റ് ചെയ്യായിരുന്നു. എൻ്റെ കാർ എനിക്ക് അപ്പം തന്നെ തിരികെ കിട്ടി. നീയാണ് എല്ലാത്തിനും കാരണമെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ആ ദൃശ്യങ്ങൾ അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഏട്ടത്തി എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ രേവതിക്ക് സങ്കടമാവാണ്. അങ്ങനെ രേവതിയെ പൊട്ടിത്തെറിക്കുന്നുണ്ട് നമ്മുടെ സച്ചി, നീ കാരണമാണ് എനിക്കിതൊക്കെ സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം വരികയാണ്. ചന്ദ്രയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന രീതിയിൽ, അത് ശരി ഇവളാണില്ലേ അപ്പം നിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കി, നിൻ്റെ കാറ് പോകാനും കാരണം ഇവളെ, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അവൾ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരികയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ സച്ചിയെ ഇങ്ങനെ ഓരോന്ന് കൊണ്ടിരിക്കുകയാണ് ചന്ദ്ര. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഡി നീ മിണ്ടാതിരിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി വളരെ പൊട്ടിത്തെറിച്ചു കൊണ്ട് പറയാണ്, എനിക്ക് കടങ്ങൾ വരാനും എനിക്ക് ഈ ഒരു അവസ്ഥ വരാനും നിൻ്റെ വീട്ടിലേക്ക് ഞാൻ എന്ന് കാലെടുത്ത് വെച്ചോ അന്ന് താമസിക്കാൻ അന്ന് ഞാൻ അവിടേക്ക് വന്നത് കൊണ്ടാണ്. ആ ഗജാനന്ദനെ ഞാൻ പരിചയപ്പെട്ടതും അയാളെ എനിക്ക് തല്ലേണ്ടി വന്നതും അതുകൊണ്ടാണ് അയാൾക്ക് എന്നോട് ഇത്ര വൈരാഗ്യം വരാനും കാരണം. ഇതെല്ലാത്തിനും കാരണം നീയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ പുറത്തിറക്കണം എന്ന് മാത്രമേ അന്ന് എനിക്ക് ലക്ഷ്യം ഉണ്ടായുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത്, അല്ലാതെ ഞാൻ കരുതി കൂട്ടി ചെയ്തതൊന്നല്ല എന്നൊക്കെ രേവതി അങ്ങനെ മാപ്പ് പറയുന്ന പോലെ പറയുമ്പോൾ നിർത്തടി എന്ന് ചോദിക്കുന്നു. എൻ്റെ കടങ്ങളൊക്കെ നീ ആര് വീട്ടോടി എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ. അതേ സമയത്ത് അപ്പുറത്താണെങ്കിൽ
നമ്മുടെ രേവതിയുടെ അമ്മയും അനിയത്തിയും രേവതിയെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ഒരു തർക്കങ്ങളും പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ അവരങ്ങനെ അവിടെ പുറത്ത് ഇവരുടെ സംസാരം കേട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ സച്ചി രേവതിയോട് ചോദിക്കുകയാണ്, എൻ്റെ കടങ്ങളൊക്കെ നിന്റെ അച്ഛൻ വന്ന് വീട്ടോടി, നിന്റെ അച്ഛൻ കൊണ്ടുതരും എനിക്ക് കടം വീട്ടാനുള്ള പൈസ എന്നൊക്കെ ചോദിച്ചു. അവന് പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണുമൂക്കൊന്നുമില്ലല്ലോ, എന്താ പറയുന്നതൊന്നും അറിയില്ലല്ലോ. അങ്ങനെ വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അതിനുശേഷം രേവതി വീട്ടുകാരൊക്കെ പറഞ്ഞ കേൾക്കുമ്പോൾ പിന്നീട് ചോദിക്കുന്നുണ്ട്, എന്താ നീ പൂ കെട്ടിയിട്ട് എനിക്ക് തരുമോ ആ പണം കടം വീട്ടാനുള്ളത് എന്നൊക്കെ ചോദിച്ച് വീണ്ടും വഴക്കുണ്ടാക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം വന്നിട്ട് രേവതി പറഞ്ഞത്, എൻ്റെ വീട്ടുകാരെ പറയരുതിട്ട്, എന്നെ പറയണേ നിങ്ങൾ എന്നെ പറഞ്ഞു, എൻ്റെ വീട്ടുകാരെ പറയാൻ പാടില്ല, നിന്റെ വീട്ടുകാരെ പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടി എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി അവളെ തല്ലാൻ വേണ്ടി കയ്യോങ്ങുകയാണ്. ആ സമയത്താണ് നമ്മുടെ രേവതിയുടെ അമ്മ കടന്നു വരുന്നത്. അപ്പം അമ്മ പറയുന്നുണ്ട്, വേണ്ട മോനെ സച്ചി, വേണ്ട, ചെയ്യരുത് എന്ന് പറയാണ്. അപ്പോൾ സച്ചിക്കാകെ നാണക്കേടാവുന്നുണ്ട്. താൻ ഭാര്യയെ തല്ലാൻ കൈ ഉയർത്തി അവരൊക്കെ കണ്ടല്ലോ, ദേവും കണ്ടു, അതുപോലെ തന്നെ അമ്മയും കണ്ടു. അപ്പോൾ അങ്ങനെ അവനൊന്ന് അടങ്ങുന്നുണ്ട്. അതിനുശേഷം അവിടെ കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടി വഷളാവാണ്. ദേവും കൂടി അറിഞ്ഞിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് പിന്നീട് നമ്മൾ സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഒരു വഴക്ക് ചന്ദ്രയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നീട് നമ്മുടെ ആ വഴക്ക് ഇത്തിരി മൂർജിക്കുമ്പോൾ രേവതി തൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോകുന്നൊക്കെ ഒരു ഭാഗമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.